കളിക്കാനുള്ള ആക്സസറീസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഗാർഡനിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. യുകെയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ ഹാരോഗേറ്റിലെ ഒരു മെയിൻ ഒരു ഗാർഡൻ ഒരു പ്ലേസ് ആണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അവിടെ ഒത്തിരി റൈഡ്സ് ഉണ്ട്. അപ്പൊ ഏതാണ് സ്ഥലം ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല, അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡി ആയി പോവാണ്. അമ്മയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അമ്മയില്ല, അച്ഛയും ഞങ്ങൾ എല്ലാരും കൂടെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ എത്തുമ്പോ കാണാം. മഴ തൂളുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് തൂളുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പാണ്. ഇതാണ് നമ്മുടെ ഓക്കെ. നമുക്കിപ്പോ ഈ ഗേറ്റ് കൂടെ അകത്തോട്ട് കാണാം. ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട്. അവര് വന്നിട്ടല്ലേ കേറുന്നേ? മൊത്തം ചള്ളയാണ്, ചള്ളയുണ്ട്. നമുക്ക് തുറന്ന് അകത്തോട്ട് പോവാം. അതോടെ ഞങ്ങള് പോയ വഴി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ഗാർഡനും പ്ലേ ഗ്രൗണ്ടും ആണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ അത് കണ്ടില്ലേ, ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഒരു വലിയൊരു സ്ക്വയർ. സമ്മർ ആവുമ്പോ അത് നല്ല ക്ലീൻ ചെയ്ത് അതിൽ നല്ല പ്യോർ വാട്ടർ ഒഴിക്കും. ആൾക്കാർക്കൊക്കെ നമുക്കിങ്ങനെ സ്വിം ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ തരുന്നുണ്ട്. അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേരെ ഒരു സമയത്ത് എത്ര പേരെ കയറ്റും, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
ഉണ്ട് അവിടെ. പിന്നെ അത് ബാഡ്മിന്റൺ കോർട്ടും അവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഈ ഒരു വാലി ഗാർഡൻ ബെസ്റ്റ് ആണ്. പിന്നെ ഇത്രയല്ല, ഒത്തിരി നടക്കാനുണ്ട് ഈ വാലി ഗാർഡൻ. അങ്ങോട്ട് ഈ പ്ലേ ഗ്രൗണ്ട് വരുന്ന സ്ഥലമുണ്ട്, പിന്നെ അങ്ങോട്ടും ഒത്തിരി സ്ഥലമുണ്ട്. ഈ വാലി ഗാർഡനിലെ ആൾക്കാർ മെയിൻ ആയിട്ട് നടക്കാനാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഊഞ്ഞാലിക്കാണ് ഇരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് വാലി ഗാർഡൻ ഗെയിംസ് നോക്കാം. ഇവിടെ വാലി ഗാർഡൻ ഗെയിംസില് ടെന്നീസ്, പിച്ച് ആൻഡ് ഫുട്ട്, അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ക്രേസി ഗോൾഫും ഡിസ്ക് ഗോൾഫും ഉണ്ട്. ഗോൾഫ് ബോൾസ് അവിടെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ക്രേസി ഗോൾഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഗോൾഫ് ആയിരിക്കും. നമ്മൾ സാധാരണ ചെയ്യാറ് അവിടെ ഒരു ഇവിടെ ഒരു ബാറ്റ്, ഇങ്ങനെ വരുമ്പോൾ അവിടെ കൊണ്ട് വീടും. പക്ഷെ ഇവിടുത്തെ ഗോൾഫ് അങ്ങനെയൊന്നും അല്ല. പിന്നെ ടേബിൾ ടെന്നീസ് ഉണ്ട്, പിന്നെ സ്കേറ്റ് പാർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ പട്ടികളെ കൊണ്ട് നടക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇങ്ങനെ ഡോഗ്സിനെ നമ്മൾ നടക്കാൻ കൊണ്ടുവരത്തില്ല, അപ്പൊ അതിനും ഇവിടെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഇവിടെ ഈ വാലിഗാർഡൻ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയോ എടുക്കാൻ പാടില്ല, എന്താ ബോൾ ഗെയിംസ് പാടില്ല. പിന്നെ സ്കേറ്റ് പാർക്കിലല്ലാതെ ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സൈക്കിളൊന്നും നമ്മൾ ഈ പാർക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് അത് വെക്കാൻ വേണ്ടി പുറത്തൊരു സ്ഥലമുണ്ട്. നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങാം. ഓക്കെ, നമുക്ക് അടുത്ത റൈഡിലേക്ക് പോവാം. അടുത്തത് ഞാൻ കയറാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാ അത് നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ കേബിൾ കാസിലൊക്കെ ഇങ്ങനെ പോത്തില്ല. പിന്നെ നമ്മള് എനിക്ക് പറയാൻ പറ്റൂടാ, ആൾക്കാർ ഇരുന്നിട്ട് സിപ്പ് ലൈൻ ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. നമുക്ക് സിപ്പ് ലൈനിൽ കയറാം. അപ്പൊ ഇതാണ് സിപ്പ് ലൈൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് മോനെ, എനിക്ക് സത്യം പറഞ്ഞ എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടെ. ഞാൻ റിയൽ സിബ്ലാനിലൊന്നും കയറിയിട്ടില്ല. പക്ഷെ ഇത് ഒരു ഒന്നൊന്നര ഒരു സാധനമാണ്. നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. അവിടെ ഒരു സാധനമുണ്ട്, അവിടെ തൊട്ടി നമ്മളിങ്ങനെ തെറിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത് ഫുള്ളി ബാക്കിലോട്ട് വരത്തില്ല. ഇങ്ങനെ നമ്മൾ വിടുമ്പോ എത്ര പ്രഷറിൽ വിടുന്നോ അത്രയും പ്രഷറിൽ ബാക്കിൽ വന്നടിക്കും. അപ്പൊ എന്റെ കുറച്ച് പതുക്കിയാണ് വിട്ടത്, അതുകൊണ്ട് ഏറ്റവും ബാക്കിൽ വരെ വന്നില്ല. പകുതി വെച്ച് നിർത്തി. സത്യത്തിൽ നമ്മുടെ കിളി പോകും. അത്ര അടിപൊളി സാധനമാണ്. നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ആദ്യം വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം കയറിയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ റിയൽ ആയിട്ട് സിബ്ലാൻഡിലൊന്നും ഒന്നും പോയില്ലെങ്കിലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ കയറി വന്നിട്ട് തന്നെ ശ്രദ്ധിച്ചതാണ് ഇത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കയറിയായിരുന്നു. ആ സൈഡ് ഒന്നൊന്നരയാണ്. ഞാനും ആദ്യം കൂടെ കൈ പിടിച്ചാണ് ചെയ്തത്. നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത് ആ ഗ്രീൻ സാധനത്തിന് താഴെ നല്ല ഫോഴ്സിൽ വന്നു. നല്ല മഴ കൂടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും.
പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങള് പോവാണ് വീട്ടിലേക്ക് തിരിച്ച്. ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് നിർത്തത്തില്ല. ഞങ്ങള് സമ്മറിൽ എന്തായാലും ഒന്നുകൂടെ വരും. നിങ്ങൾ കാത്തിരിക്കുക.